ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു എക്സി എക്സ്പ്ലെയിൻ. സോ നമ്മൾ ഈ വീക്കിൽ നടന്ന ഗെയിം വീക്കിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ വീക്കിൽ ക്വാളിഫയേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വലിയ റെലവൻ്റ് ആയിട്ടൊന്നും അവിടെ നടന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് അന്ന് ചെയ്യാതെ ആ ഗെയിം വീക്കിനെ പറ്റി ചെയ്യാതിരുന്നത്. അപ്പോൾ ഈ ഗെയിം വീക്ക് ഈ വീക്കെൻഡിൽ നടന്ന ഗെയിംസിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ലാലിഗയിൽ നിന്ന് തന്നെ തുടങ്ങാം. ലാലിഗയിൽ വീണ്ടും മിക്സ് ആയിരിക്കുകയാണ് എല്ലാം കൂടെ. അതായത് മഡ്രിഡ് ആയിരുന്നു കഴിഞ്ഞ വീക്കെൻഡിൽ ടേബിൾ ടോപ്പേഴ്സ്, സെക്കൻഡ് ബാഴ്സലോണ ആയിരുന്നു. ആൻഡ് ഈ വീക്കിൽ ഫസ്റ്റ് നടന്ന ഗെയിം ഒസാസുനയായിട്ട് റയൽ മാഡ്രിഡ് ഒസാസുനയുടെ ഹോം ഗ്രൗണ്ടിലായിരുന്നു. അത് 2-1 റയൽ മാഡ്രിഡ് തോറ്റു. അതായത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിനെപ്പറ്റി പറയാനില്ല കാര്യം. അതായത് കളി കാണുമ്പോൾ റയൽ മാഡ്രിഡ് ലുക്സ് ലൈക്ക് ദേ പ്ലേ അണ്ടർ ആൻസലോട്ടി, അങ്ങനത്തെ ഒരു ഫിലോസഫിയിലാണ് കളിക്കുന്നത്. പക്ഷേ സ്റ്റിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വീണ്ടും എനിക്ക് തോന്നുന്നൊരു കാര്യമാണ്, യു കാൺട്ട് ഹാവ് വിനീഷ്യസ് ആൻഡ് എംബാപ്പെ അറ്റ് ദ പിച്ച് സെയിം ടൈം. അത് വർക്ക് ചെയ്യും, ഓഫ്കോഴ്സ് വർക്ക് ചെയ്യാതൊന്നും ഇരിക്കില്ല. പക്ഷേ സ്റ്റിൽ അത് ഇങ്ങനത്തെ ടീമുകളുടെ അഗേൻസ്റ്റ് അത് ഓസസുന നല്ല ഫ്രണ്ട് ഫുട്ടിലാണ് കളിച്ചത് ആ ഗെയിം. ആൻഡ് ദേ ഡിസേർവ് ടു വിൻ. അവർ അങ്ങനെയാണ് കളിച്ചതും. അപ്പോൾ റയൽ മാഡ്രിഡ് ശരിക്കും പറഞ്ഞാൽ ദേ ഗോട്ട് ദർ ടാക്ടിക്സ് റോങ്, ദേ ഗോട്ട് ദർ ഫുട്ട് റോങ് എന്ന് തന്നെ തോന്നി. ഒസാസുനയായിട്ടാണ് തോറ്റത്. ആൻഡ് ഐ തിങ്ക് ഇപ്പോഴും ഒരു പോയിൻ്റ് ഗ്യാപ്പേ ഉള്ളൂ. ലീഗ് ഇസ് വെരി ടൈറ്റ്, ഒരു സംശയമില്ല. അപ്പോൾ വീൽ സി റയൽ മാഡ്രിഡിൻ്റെ കാര്യം എന്താണെന്ന്. അത് കഴിഞ്ഞ് ബാഴ്സലോണ 11 ആയിട്ടാണ് കളിച്ചത്. ബാഴ്സലോണ 3-0 ജയിച്ചു. എൻ്റെ കുറേ ഫ്രണ്ട്സ് ബെറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ 5 മിനിറ്റിൽ ബാഴ്സലോണ അടിക്കുകയും ചെയ്തു. ആദ്യത്തെ തുടക്കത്തിൽ തന്നെ അടിച്ചു. ഈസി വിൻ, കേക്ക് ഓഫ് ഗെയിം ആയിരുന്നു ഫോർ ഫ്ലിക്ക് എനിക്ക് തോന്നുന്നു. ആൻഡ് എനിക്ക് തോന്നുന്നു പുള്ളി കുറച്ച് ചേഞ്ചുകൾ വരുത്താൻ തോന്നി പുള്ളിക്ക്. അതാണ് ക്യാൻസലോനെ ബെർണാളിനെ ഇറക്കിയതെന്ന് തോന്നുന്നു. എസ്പെഷ്യലി ക്യാൻസലോ നല്ലോണം കളിച്ചു ആ ഗെയിം. ക്യാൻസലോ നല്ലൊരു പ്ലെയറാണ്, അതിൽ സംശയമൊന്നുമില്ല. പുള്ളിക്ക് ഡിഫൻസീവ് വൾണറബിലിറ്റി ഉണ്ട്. ബാൾഡേനേക്കാൾ ഡിഫൻസീവ്ലി വൾണറബിളാണ് പുള്ളി. പക്ഷേ സ്റ്റിൽ ഓൺ ദ ബോൾ ബാൾഡേനൊക്കെ എത്രയോ സൗണ്ടാണ് ക്യാൻസലോ ഒരു മിഡ്ഫീൽഡർ കളിക്കുന്ന പോലെ കളിക്കും ക്യാൻസലോ. അപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് ബാഴ്സലോണയ്ക്ക് ഉണ്ടായിരുന്നു. എസ്പെഷ്യലി വെൻ ദർ വെരി വെർട്ടിക്കൽ, ഭയങ്കര വെർട്ടിക്കലൊരു സൈഡാണ്. അപ്പോൾ അത് വളരെ ബെനിഫിഷ്യലായി ബാഴ്സലോണയ്ക്ക് ക്യാൻസലോ കളിച്ചത്. ആൻഡ് ബെർണാൾ കഴിഞ്ഞ കൊല്ലം ഞാൻ പുള്ളി കളിക്കുന്ന കാണാൻ വേണ്ടി ഒരു കളി കണ്ടപ്പോൾ തന്നെ ആ കളിക്ക് ശേഷം പുള്ളി ഇഞ്ചോർഡ് പോയിപ്പോയി, ACL വന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പ്ലെയർ ഒരൊറ്റ കളി തന്നെ. പിന്നെ കുറേ ഹൈലൈറ്റ്സ് കോംസൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതിലൊക്കെ പുള്ളി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനത്തെ പ്ലേയേഴ്സിന് ഭയങ്കര ടോൾ, ടെക്നിക്കലി സൗണ്ട്. പിന്നെ ലാമാസിയുടെ പ്ലേയേഴ്സിനെ പറ്റി പറയേണ്ടത് വെരി ടെക്നിക്കലി സൗണ്ട്. അപ്പോൾ അങ്ങനത്തെ പ്ലേയേഴ്സിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഹു ആർ വെരി പ്രസ് റെസിസ്റ്റൻറ്റ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് വളരെ ബെനിഫിഷ്യലായിട്ടുണ്ട്. എസ്പെഷ്യലി പെഡ്രിയുടെ ആബ്സെൻസിൽ ബോൾ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന, ധൈര്യത്തോടെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന പ്ലേയേഴ്സ് ഇപ്പോൾ ഇല്ല ബാഴ്സലോണയിൽ, പെഡ്രി ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അത് ഇപ്പോൾ അവർക്ക് ഭയങ്കര ബെനിഫിഷ്യലായിട്ടുണ്ട്. ആൻഡ് 1 പോയിൻ്റ് ഗ്യാപ്പിൽ ബാഴ്സലോണ ഫസ്റ്റാണ്. ലോങ് ടൈം ടു ഗോ. ഇനിയും കുറേ സമയമുണ്ട്. കിടക്കുകയാണ് എല്ലാ ലീഗുകളിലും. എന്ത് നടക്കും എന്ന് കണ്ട് തന്നെ അറിയാം. നമുക്കിനി പ്രീമിയർ ലീഗിലോട്ട് പോകാം. പ്രീമിയർ ലീഗിലോട്ട് ആദ്യം ചെൽസിയുടെ ഗെയിമാണ് നടന്നത്. ചെൽസി വേഴ്സസ് ബേൺലി ആയിരുന്നു. അത് സ്റ്റാംഫോർഡ് ബ്രിഡ്ജിലായിരുന്നു കളി. 1-1 ഡ്രോ ആയിപ്പോയി. ചെൽസിക്ക് 2-3 ഗോളുകൾ അടിക്കായിരുന്നു എങ്ങനെ പോലും. ചെൽസിക്ക് അത് കഴിഞ്ഞൊരു ബേൺലി പറഞ്ഞാൽ അടിച്ചാലും വലിയ വിഷയമൊന്നും ഉണ്ടാകുന്നില്ലായിരുന്നു. പക്ഷേ സ്റ്റിൽ ചെൽസിയുടേത് ദേ ആർ വെരി ഇൻഎക്സ്പീരിയൻസ് സൈഡ് ഇൻ ടേംസ് ഓഫ് ദ പ്ലെയേഴ്സ് ദേ ഹാവ്. അതായത് ഇപ്പോൾ ട്രോഫി അടിച്ചു, ക്ലബ് വേൾഡ് കപ്പ് അടിച്ചൊരു സൈഡാണ്. പക്ഷേ സ്റ്റിൽ മാനേജറാണെങ്കിലും ഒരു റൂക്കിയാണ്. ആൻഡ് എല്ലാം കൂടെ നോക്കുമ്പോൾ ചെൽസിയുടേത് ദേ ആർ സ്റ്റിൽ കിഡ്സ് എന്ന് തോന്നിപ്പോകും ചില സമയത്ത്. ലൈനപ്പുകളായാലും അത് കളിക്കുന്ന പ്ലെയേഴ്സായാലും ആൻഡ് അവരുടെ ഡിസിപ്ലിനറി ഇഷ്യൂ അല്ലാതെ അവർക്ക് എങ്ങനെ ഗെയിം ഹാൻഡിൽ ചെയ്യണമെന്ന് ഇപ്പോഴും അറിയാത്ത രീതിയിലാണ് കളിക്കുന്ന കുറേ പ്ലെയേഴ്സ്. 6 റെഡ് കാർഡാണ് ഈ സീസണിൽ കിട്ടിയത് ചെൽസിക്ക്. അവർക്ക് സത്യം പറഞ്ഞാൽ ആസ്റ്റൺ വില്ല പോയിൻ്റ് ഡ്രോ ആയിപ്പോയി. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ആസ്റ്റൺ വില്ലയുടെ അടുത്ത് വേണമെങ്കിൽ പുഷ് ചെയ്യായിരുന്നു. ചെൽസിക്ക് അത് നടന്നില്ല, ചെൽസി ഡ്രോ ആയിപ്പോയി. പുവർ ഗെയിം ഫോർ ചെൽസി ടു ബി ഫെയർ. അവർ എസ്പെഷ്യലി പാമറിനൊക്കെ ഒരു ചാൻസ് ഉണ്ടായിരുന്നു. 1v1 ആയിരുന്നു കീപ്പറിൻ്റെ അടുത്ത്. പാമർ കീപ്പറിൻ്റെ അതിലോട്ട് തന്നെ അടിച്ചു കൊടുത്തു. അപ്പോൾ പാമറിൻ്റെയൊക്കെ എനിക്ക് തോന്നുന്നു ഇഞ്ചുറി കഴിഞ്ഞ് വന്നിട്ട് പാമർ ലുക്സ് വെരി ഓഫ്. പാമറിൻ്റെ എല്ലാ ടച്ചും ഭയങ്കര മോശമാണ്. പാമർ എടുക്കുന്ന ഷോട്ടുകളൊക്കെ കീപ്പറിൻ്റെ അടുത്തോട്ടാണ് പോകുന്നത്. അതായത് അവേ ഫ്രം ദ കീപ്പറിനെ ചാലഞ്ച് ചെയ്യാൻ പറ്റുന്ന ഷോട്ട്സ് പോലും അടിക്കുന്നില്ല പാമർ. എനിക്കൊന്ന് ഞാൻ കണ്ടതിൽ വെച്ച് നല്ല ഫിനിഷിംഗ് എബിലിറ്റി ഉള്ള ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ്. പക്ഷേ എനിക്ക് ഇപ്പോൾ ഹി ലുക്സ് വെരി ഓഫ്, ഹി ലുക്സ് വെരി അൺഫിറ്റ് ഇപ്പോൾ കറൻ്റ്ലി. പക്ഷേ സ്റ്റിൽ കളിപ്പിച്ചേ പറ്റുമാരും. വേറെ പ്ലെയേഴ്സ് ഇല്ല അവിടെ കളിപ്പിക്കാൻ. പാമറിൻ്റെ അത്ര എഫക്റ്റീവായിട്ട് കളിപ്പിക്കാൻ പറ്റിയ പ്ലെയേഴ്സ് അവിടെ ഇല്ല. അപ്പോൾ സ്റ്റിൽ ലോങ് ടൈം ടു ഗോ. ടോപ്പ് 4 റേസ് ഭയങ്കര കോമ്പറ്റേറ്റീവ് ആകാൻ പോകുന്ന കാര്യം. യുണൈറ്റഡ് ഈ അടുത്തൊന്നും പോയിൻ്റ് ഡ്രോപ്പ് ചെയ്യുന്ന ഒരു അവസ്ഥയും ഞാൻ കാണുന്നില്ല. ബിക്കോസ് അവർക്ക് ഒരു ആഴ്ചയിൽ ഒരു ഗെയിമേ ഉള്ളൂ. അവർക്ക് നല്ല റിക്കവറിയാണ്. അപ്പോൾ അവർ നല്ലോണം കളിക്കും, എല്ലാ കളിയും എല്ലാം ഇട്ട് കളിക്കും. ആൻഡ് ദേ പ്ലേ വെരി ഗുഡ് ഫുട്ബോൾ ആസ് വെൽ. അപ്പോൾ അവർക്കാണ് പോസിബിലിറ്റി, ഏറ്റവും കൂടുതൽ പോസിബിലിറ്റി ഔട്ട് ഓഫ് ലിവർപൂൾ, ചെൽസി ആൻഡ് യുണൈറ്റഡ് ടു ക്വാളിഫൈ ഫസ്റ്റ്. ഏറ്റവും ആദ്യം തന്നെ ക്വാളിഫൈ ചെയ്ത് തീർക്കാൻ പറ്റുന്നൊരു സൈഡ് യുണൈറ്റഡ് ആണ് എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. അത് കഴിഞ്ഞ് നടന്നത് സിറ്റി വേഴ്സസ് ന്യൂകാസിൽ ഗെയിമാണ്. സെയിം ലൈനപ്പാണ് സിറ്റി ഇറക്കിയത്. ലിവർപൂളിൻ്റെ അഗേൻസ്റ്റ് ഇറക്കിയ അതേ ലൈനപ്പാണ്. അതൊറ്റ ഇൻറ്റൻഷനേ ഉള്ളൂ.
പെപ്പിനെ അറിയാം മിഡ്ഫീൽഡാണ് ആ രണ്ട് സൈഡിൻ്റെ ആൻഫീൽഡ് ആയാലും അല്ല ലിവർപൂളിൻ്റെ ആയാലും ന്യൂക്കാസിലിൻ്റെ ആയാലും കീ ഏരിയ എന്ന് പറയുന്ന മിഡ്ഫീൽഡാണ്. അപ്പോൾ അത് എത്രത്തോളം കോമ്പാക്റ്റ് ആയ അറ്റാക്കേഴ്സിന് വെച്ചാൽ ഡീൽ ചെയ്യാൻ നോക്കാൻ പറ്റുമോ അത് തന്നെയാണ് പുള്ളി ചെയ്തത്. അതുകൊണ്ടാണ് ഫോർഡിനെയോ ചെർക്കിനെ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. ആൻഡ് ഇറ്റ് വർക്ക്ഡ്. നിക്കോ റൈലിനെ പറ്റി പറഞ്ഞേ പറ്റും. എനിക്കത് ഞാൻ പല വീഡിയോയിലും മിസ്സായി പോയിട്ടുണ്ട് നിക്കോ റൈലിനെ പറ്റി. എല്ലായിടത്തും കളിക്കും, എവിടെ ഇട്ടാലും കളിക്കും. ലെഫ്റ്റ് ബാക്ക് ആക്ച്വലി പുള്ളി ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ്. അവിടെ മാത്രം പുള്ളി കളിക്കുന്നത് കണ്ടിട്ടില്ല ഈ സീസണിൽ. പുള്ളി ബാക്കി എല്ലായിടത്തും കളിച്ചിട്ടുണ്ട്. ലെഫ്റ്റ് ബാക്ക് കളിച്ചു, സെൻറ്റർ മിഡ് കളിച്ചു, അപ്പോൾ എല്ലായിടത്തും കളിച്ചു. ഹീസ് ഡൺ എവറിത്തിങ്. ആൻഡ് അതൊക്കെ പുള്ളി ഹീസ് ഷോൺ എലീറ്റ് ലെവൽസ്. എസ്പെഷ്യലി ലിവർപൂളിൻ്റെ അഗേൻസ്റ്റ് കളിച്ചപ്പോഴായാലും ഇപ്പോൾ ന്യൂക്കാസിലിൻ്റെ അഗേൻസ്റ്റ് ആയാലും ന്യൂക്കാസിലിൻ്റെ കൂടെ ഹി വാസ് ബോസിങ് ദ മിഡ്ഫീൽഡ്. റോഡ്രിക്ക് ഒരു ലക്ഷറി പോലെയാണ് നിക്കോറയിൽ നിൽക്കുന്ന കാര്യം. ടോളാണ്, ഹീസ് വെരി സ്ട്രോങ്. ഡിഫെൻസീവ് ഡ്യൂവിൽ നല്ലോണം വിൻ ചെയ്യുന്ന ഒരു പ്ലെയറാണ്. പാസിങ് അത്യാവശ്യം ഉണ്ട്, അതായത് ബോറ് അല്ലെങ്കിൽ മോശം എന്നുള്ളതല്ല. ഹീസ് ഗോട്ട് എ വെരി ഡീസൻറ്റ് പാസിങ് റേഞ്ച്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ബെർണാഡോ സിൽവ ഇച്ചിരി കൂടെ സെക്യൂറാണ്. കാര്യം ഡേർട്ടി വർക്ക് ഫുള്ള് ഈ രണ്ടുപേരും ചെയ്തോളൂ. അപ്പോൾ ഇറ്റ് ലുക്സ് വെരി കംഫർട്ടബിൾ ഫോർ സിറ്റി റൈറ്റ് നൗ. ഭയങ്കര നാരോ ആണ് ഒരു സിറ്റി കളിക്കുന്നത്, ഭയങ്കര നാരോ ആയിട്ടാണ്. അതിൻ്റെ പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടാവും. പക്ഷേ സ്റ്റിൽ അപ്പോഴാണ് അവർക്ക് ഐറ്റ്നൂറിയുടെ കൂടുതലും ഗുണങ്ങൾ എടുക്കാൻ പറ്റുന്നത് പുറത്തോട്ട്. ആൻഡ് മത്തിയാസ് നൂനസ് ആയാലും മത്തിയാസ് നൂനസ് ഒരു ബിൽഡപ്പ് ചീറ്റ് കോഡാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ കുറച്ച് പാസിംഗ് റേഞ്ച് കുറഞ്ഞ ട്രെൻഡിനെ പോലെ തോന്നുന്നു മത്തിയാസ് നൂനസ് ഇപ്പോൾ കളിക്കുന്നതാണ്. കാര്യം ഹീസ് വെരി ഗുഡ്. മത്തിയാസ് നൂനസിൻ്റെ പിന്നെ എടുത്തു പറയേണ്ടത് ഹീസ് വെരി പ്രസ് റെസിസ്റ്റൻ്റ് ആണ്. പിന്നെ സ്പോർട്ടിങ്ങിൽ നിന്ന് വുൾസിലോട്ട് വന്നപ്പോഴും പ്രീമിയർ ലീഗിൽ ഏറ്റവും കൂടുതൽ പ്രോഗ്രസീവ് ക്യാരീസ് നടത്തിയ മിഡ്ഫീൽഡർ മത്തിയാസ് നൂനസ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി പുള്ളി കാണിക്കാതിരിക്കില്ല. ആൻഡ് തിങ്ക് ഹീസ് എ വെരി വെരി ഗുഡ് മിഡ്ഫീൽഡർ. അത് തന്നെ പുള്ളി ഫുൾ ബാക്കായിട്ട് കളിക്കുമ്പോഴും ഹീസ് ഏബിൾ ടു ഡു ദാറ്റ്. പുള്ളിയുടെ ഡിഫെൻസീവ് വർക്ക് നല്ല രീതിക്ക് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിക്ക് നല്ല പുള്ളീനെ കടന്നു പോകാൻ പറ്റാത്ത ഒരവസ്ഥയായിട്ടുണ്ട് ഏത് വിങ്ങറിനും. അപ്പോൾ ഹീസ് വെരി സോളിഡ്. സെയിം വിത്ത് ഫോർവേഡ്സ് എല്ലാവരും നല്ലോണം കളിക്കുന്നുണ്ട് സിറ്റിയുടെ. സ്റ്റിൽ നോട്ട് പെർഫെക്റ്റ്, ഒട്ടും പെർഫെക്റ്റ് അല്ല. സെക്കൻഡ് ഹാഫൊക്കെ അവരെങ്ങനെയോ കടന്ന് കിട്ടിയ പോലെയാണ് എനിക്ക് തോന്നിയത്. പക്ഷേ സ്റ്റിൽ ദേ ലുക്ക് വെരി വെരി സോളിഡ് റൈറ്റ് നൗ. ആൻഡ് എനിക്കൊന്ന് കോൺഫിഡൻറ്റ് ആണ് അവരിപ്പോൾ. അവർക്ക് നല്ലൊരു മെൻറ്റൽ ബൂസ്റ്റ് കിട്ടിയിട്ടുണ്ട്, എസ്പെഷ്യലി ആൻഫീൽഡിൽ വന്ന് ജയിച്ചതിന് ശേഷം. അപ്പോൾ ഐ തിങ്ക് അത് അവരെങ്ങനെ ക്യാരി ഓൺ ചെയ്യും എന്ന് നമുക്ക് നോക്കാം. ദേ ഹാവ് 1 ഗെയിം ഇൻ ഹാൻഡ് ആൻഡ് ഇപ്പോൾ 5 പോയിൻ്റ് ഗ്യാപ്പിലാണ് നിൽക്കുന്ന ആഴ്സണലായിട്ട്. അത് കഴിഞ്ഞ് നടന്ന കളി ലിവർപൂൾ വേഴ്സസ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ആയിരുന്നു. എനിക്കൊന്നും പറയാനില്ല കളിയെപ്പറ്റി. കാര്യം ലിവർപൂൾ ജയിച്ചു 1-0. അത് സ്കോർ ലൈൻ കാണുമ്പോൾ മനസ്സിലാവും ജയിച്ചു. പക്ഷേ വെരി വെരി പുവർ ഗെയിം ഫ്രം ലിവർപൂൾ. എസ്പെഷ്യലി ഒരു ഫസ്റ്റ് ഒരു 60 മിനിറ്റൊക്കെ ഭയങ്കര മോശമായിരുന്നു. ഫസ്റ്റ് ഹാഫ് കണ്ടിരിക്കാൻ പറ്റാത്തതായിരുന്നു. ഞാൻ 3-4 പ്രാവശ്യം ഓഫ് ചെയ്തിട്ട് വീണ്ടും ഓൺ ചെയ്ത കളിയായിരുന്നു. കാര്യം അത്രയും ബോർ ഫസ്റ്റ് ഹാഫ് ആയിരുന്നു കളി. അതായത് ബോൾ കയ്യിൽ നിൽക്കുന്നില്ല പ്ലേയേഴ്സിൻ്റെ, എസ്പെഷ്യലി ഗ്രാവംബേഴ്സിൻ്റെ ആയിക്കോട്ടെ, സലയുടെ ആയിക്കോട്ടെ, ഗാക്പോയുടെ ആയിക്കോട്ടെ, ഇവരുടെ ആരുടെയും കയ്യിൽ ബോൾ നിൽക്കുന്നില്ല. അപ്പോൾ ഇവർ എത്ര ട്രൈ ചെയ്തിട്ടും ആൻഡർസൺ, ഞാൻ സങ്കാരേനെ പറ്റി പറഞ്ഞില്ല, സങ്കാരയുടെ വെരി ഗുഡ് ഗെയിം. പക്ഷേ എലിയറ്റ് ആൻഡർസൺ, ഒറ്റ സ്റ്റാർട്ട് ചെയ്യാൻ പറയാം, എലിയറ്റ് ആൻഡർസൺ ആണ് ഏറ്റവും കൂടുതൽ ചാൻസ് ക്രിയേറ്റഡ് ഫ്രം ദ 3 മിഡ്ഫീൽഡേഴ്സ് ഹു പ്ലേഡ്. സൊബോസ്ലെ റൈറ്റ് ബാക്ക് ആണ്, അതുകൊണ്ട് സൊബോസ്ലേനെ പറ്റി പറയുന്നില്ല. കേർട്ടിസ് ജോൺസ്, മക്കാലിസ്റ്റർ, ഗ്രാംബർച്ച്, ഈ 3 മിഡ്ഫീൽഡേഴ്സിനേക്കാളും ചാൻസുകൾ ക്രിയേറ്റ് ചെയ്ത മിഡ്ഫീൽഡറാണ് എലിയറ്റ് ആൻഡർസൺ ഒറ്റയ്ക്ക് മാത്രം. ഏറ്റവും കൂടുതൽ ഡ്യുവൽ വിൻ ചെയ്തത് ഈ 3 പേരെക്കാളും കൂടുതൽ എലിയറ്റ് ആൻഡർസൺ ആണ്. അപ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ വലിയൊരു PTSD പോലെയാണ് ഈ ലിവർപൂളിൻ്റെ ഈ മിഡ്ഫീൽഡിന്. ഞാൻ സൊബോസ്ലിനെ കൂടുതലായിട്ട് ഇവരെയൊക്കെ കളിക്കുമ്പോൾ സൊബോസ്ലെ റൈറ്റ് ബാക്കാണ്. അപ്പോൾ കേർട്ടിസ് ജോൺസ്, മക്കാലിസ്റ്റർ, ഗ്രാംബർച്ച്, ഈ 3 പേർക്കും വാർട്ടണെ ഫേസ് ചെയ്യുമ്പോഴായിക്കോട്ടെ അല്ലെങ്കിൽ ആൻഡർസനെ ഫേസ് ചെയ്യുമ്പോഴായിക്കോട്ടെ ഇവർക്ക് സത്യം പറയാൻ ഭയങ്കര ടെൻഷനാണ്. കാര്യം ഇവർക്ക് തന്നെ അറിയാം ഈ ഒറ്റ ഒരാൾ മതി ഇവരെ ഓവർ പവർ ചെയ്യുക എന്നുള്ളത്. അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹീസ് ഒരു വൺസ് ഇൻ എ വൈൽഡ് മിഡ്ഫീൽഡർ. ഞാൻ ഇങ്ങനത്തെ ഒരു മിഡ്ഫീൽഡർ ഈ അടുത്തൊന്നും ഞാൻ പ്രീമിയർ ലീഗ് കണ്ടിട്ടില്ല. ലാസ്റ്റ് കണ്ട കൈസഡോനെയാണ്. കൈസഡോ ഇതിലും ഡിഫറെൻ്റ് ആണ്. ഹീസ് മോർ ഓഫ് എ ഡിഫെൻസീവ് മൈൻഡഡ് പ്ലെയർ. പക്ഷേ ഇത് എല്ലാം ചെയ്യും. സെൻറ്റർ ബാക്സിൻ്റെ ഇടയിൽ നിന്ന് ബോൾ എടുക്കും, അവിടുന്ന് ബോൾ പിങ്ങിയും. വളരെ പ്രസ് റെസിസ്റ്റൻ്റ് ആണ്. വാർട്ടൻ്റെ അത്രയൊന്നും ഞാൻ പറയില്ല, പക്ഷേ വളരെ പ്രസ് റെസിസ്റ്റൻ്റ് ആണ്. അതിന് ഇമ്പ്രൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ബിക്കോസ് ഓൺ ദ ബോൾ ഹീസ് വെരി എലീറ്റ്. നല്ല പാസിംഗ് റേഞ്ച് ഉണ്ട്. അന്യായ ഡ്യുവൽ വിന്നർ. പ്രീമിയർ ലീഗിൽ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഡ്യുവൽ വിൻ ചെയ്ത പ്ലെയർ എലിയറ്റ് ആൻഡർസൺ ആണ്. അപ്പോൾ ഈ ഓവർ പവർ ചെയ്ത് കളഞ്ഞു ഫസ്റ്റ് 70 മിനിറ്റ്. അത് കഴിഞ്ഞൊരു 60-65 മിനിറ്റ് ആയപ്പോഴാണ് കേർട്ടിസ് ജോൺസിനെ റൈറ്റ് ബാക്ക് ഇട്ടിട്ട് സൊബോസ്ലെ മിഡ്ഫീൽഡിലോട്ട് വരുന്നത്. അത് കഴിഞ്ഞപ്പോൾ ലിവർപൂൾ ഹാഡ് ദ ഗെയിം ഇൻ ഹാൻഡ്. ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് പിന്നെ ഡ്രൈ. നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് പിന്നെ ഈ അറ്റാക്ക് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവർ സിറ്റ് ബാക്ക് ചെയ്യാൻ തുടങ്ങി. അവർ ഡിഫെൻസീവ് മൈൻഡഡ് പ്ലേയേഴ്സിനെ കൊണ്ടുവരാൻ തുടങ്ങി. എൻഡോയനൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ അത് തന്നെ വലിയൊരു ഇൻഡിക്കേഷനാണ് ഒരു മാനേജറിൻ്റെ ഡിഫെൻസിലോട്ട് പോകാനുള്ള. അപ്പോൾ അത് കഴിഞ്ഞു 90th മിനിറ്റിൽ 88ാമത്തെ മിനിറ്റിലാണ് മക്കാലിസ്റ്റർ ഒരു ഗോൾ വരുന്നത്. അത് ആർഗ്യൂ ചെയ്യാം ഹാൻഡ് ബോളാണോ അല്ലയോ എന്ന്. അത് കണ്ടിട്ട് അത് എൽബോയിലാണ് കൊണ്ടത്. പക്ഷേ സ്റ്റിൽ അത് ഹാൻഡ് ബോൾ കൊടുത്തു, അത് കൊടുത്തില്ല. അത് കഴിഞ്ഞ് 97 5 മിനിറ്റ് എക്സ്ട്രാ ടൈം ഉണ്ടായിരുന്നുള്ളൂ. 97ാമത്തെ മിനിറ്റിലാണ് മക്കാലിസ്റ്റർ അടിക്കുന്നത്. വീണ്ടും അടിച്ചു. ഹി വാണ്ടഡ് ദാറ്റ് ഗോൾ ബിക്കോസ് പ്രീമിയർ ലീഗിൽ ഏറ്റവും കൂടുതൽ ഷോട്ട് അടിച്ചിട്ട് ഗോളില്ലാത്ത പ്ലെയർ മക്കാലിസ്റ്ററാണ്. അപ്പോൾ അതിൻ്റെ ഒരു
ഒരു ഡെഡ് ലോക്ക് പുള്ളി ബ്രേക്ക് ചെയ്തു. ഇപ്പോൾ അത്യാവശ്യം ഗോളുകൾ, അതായത് 3-4-5 ഗോൾ വൈറ്റൽ ഗോളുകൾ അടിക്കുന്നൊരു മിഡ്ഫീൽഡറാണ്. അപ്പോൾ അത് പുള്ളീനെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വിചാരിക്കുന്നത്. എനിക്ക് എടുത്തു പറയേണ്ട റിയോ എൻഗോമോനെ പറ്റിയാണ്. കാര്യം എനിക്കറിയില്ല, ഈ ബുദ്ധിയുള്ള ഏതൊരു മാനേജറാണെങ്കിലും ആ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനോട് കളിച്ച കളിയിൽ ഹി വുഡ് ബി സ്റ്റാർട്ടിങ് എവറി വീക്ക്, അതൊരു സംശയമില്ല. ബിക്കോസ് വരുന്നു, ഹി ക്രിയേറ്റഡ് 2 ചാൻസസ്. ആദ്യം ഡിസലവ് ചെയ്ത ഗോൾ പുള്ളിയുടെ ക്രോസിനാണ് വന്നത്. അത് കഴിഞ്ഞ് പിന്നെ പുള്ളി ലെഫ്റ്റിലും റൈറ്റിലൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ക്രോസുകൾ പിങ്ങിയ ടേക്ക് ഓൺ ചെയ്യുക, ഡിഫൻഡേഴ്സിന് പേടി വരുമെന്ന്. നമുക്കിപ്പോൾ ടേക്ക് ഓൺ സക്സസ്ഫുൾ ആവണ്ട, ഡ്രിബിളിങ് കംപ്ലീറ്റ് ഒന്നും ചെയ്യണ്ട, പക്ഷേ ഒരു ഡിഫൻഡറിനെ അല്ലെങ്കിൽ ഡബിൾ അപ്പ് ചെയ്യുന്നവരെയോ ഇച്ചിരി പേടിപ്പെടുത്തുക. യു ത്രെറ്റൻ ദം, ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ ഫോർ ദ ടീം. കാര്യം അവിടെ ഒരു വലിയ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യണം ഫോർ ദി അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആൻഡ് ദ സ്ട്രൈക്കർ. അപ്പോൾ അത് റിയോ എൻഗോമോ ചെയ്തു. സലയും ഗ്യാപ്പും ദേവർ ഹുക്ഡ് 75ാമത്തെ മിനിറ്റിൽ. ബിക്കോസ് രണ്ട് പേർക്കും കൂടെ കമ്പൈൻഡ് ആയിട്ട് ഒറ്റ ഷോട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ദേ കംപ്ലീറ്റഡ് 0 ഡ്രിബിൾസ്. ഗ്യാപ്പ് കഴിഞ്ഞ 4 കളിയിൽ കംപ്ലീറ്റ് ചെയ്ത ഡ്രിബിൾസ് റിയോ എൻഗോമോ 15 മിനിറ്റിൽ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ദാറ്റ്സ് ഹൗ ഇറ്റ് ഈസ്. സെയിം പോയിൻറ്റ്സ് ലെവൽ വിത്ത് ചെൽസി ആൻഡ് ഇപ്പോൾ യുണൈറ്റഡ് എവർട്ടണായിട്ട് ജയിച്ചു. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ യുണൈറ്റഡ് വിൽ മൂവ് അപ്പ്. അത് കഴിഞ്ഞ് നടന്നത് നോർത്ത് ലണ്ടൻ ഡാർബിയാണ്. ഡാർബി എന്നൊന്നും ഇനി അത് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ഭയങ്കര ഡോമിനേഷനായിപ്പോയി ആ ഗെയിം. ഈ 2 പ്രാവശ്യത്തെ ലീഗ് ഡബിൾ ആഴ്സണൽ തന്നെയാണ് ജയിച്ചത്, ആൻഡ് ഇൻ എ വെരി ഡോമിനൻറ്റ് ഫാഷൻ. അപ്പോൾ എനിക്ക് തോന്നുന്നു സെയിം ലൈനപ്പാണ് ഇറക്കിയത് ആഴ്സണൽ വലിയ ചേഞ്ചൊന്നും ഉണ്ടായില്ല. യോക്കിറസ് 2 ഗോൾ അടിച്ചു, എസെ 2 ഗോൾ അടിച്ചു. വെരി ഗുഡ് ഗെയിം ഫ്രം യോക്കിറസ്. അത് ഒന്നാമത്തെ കാര്യം. അത് ഞാൻ പറയാം, ഈഗോർ ടൊഡോറിൻ്റെ കാര്യമാണ്. ഈഗോർ ടൊഡോർ ഒരു ഐക്യു കുറഞ്ഞ അമോറിമിനെ പോലെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടില്ല. സ്പെഷ്യലി യുവൻറ്റസ് ക്ലബ് വേൾഡ് കപ്പ് കണ്ടവർക്ക് അറിയാം. കാര്യം ഹി ഹാഡ് വെരി ഗുഡ് ഡിഫൻഡേഴ്സ്. അവിടെ കലൂലു ഉണ്ടായിരുന്നു, അവിടെ ലോയിഡ് കെല്ലി ഉണ്ടായിരുന്നു, പിന്നെ ബ്രെമർ ഉണ്ടായിരുന്നു, പിന്നെ മറ്റേ ഫുൾ ബാക്സ് കുറേ നല്ല ഫുൾ ബാക്സ് ഉണ്ടായിരുന്നു. അതിന് ഇൽഡിസ് ഉണ്ടായിരുന്നു. നല്ലൊരു ടീം ഉണ്ടായിരുന്നു അവിടെ മൊത്തം. നല്ല ഡിഫൻസ് ഉണ്ടായിരുന്നു. ഹി ഹാഡ് ലൊക്കറ്റലി ദർ, മെക്കനി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ നല്ല പ്ലേയേഴ്സാണ്. അപ്പോൾ ഇവരൊക്കെ വെച്ച് ഹീ പ്ലേഡ് വെരി, എന്താ പറയുക, ഒരു സൂയിസൈഡ് ബോൾ എന്നൊക്കെ പറയാം. അങ്ങനത്തെ ഒരു ഫുട്ബോളെ കളിപ്പിച്ച് യുവൻറ്റസ് ഒരു രീതിയിൽ മോശമാവും എന്നറിഞ്ഞപ്പോൾ അവിടെ നിന്ന് പിടിച്ച് പുറത്താക്കിയാണ് ഈഗോർ ടൊഡോറിന്. ഇവിടെ ഒന്നാമത് ഇഞ്ചുറീസാണ് ഫുള്ള്. യൂറോപ്പിൽ പ്രീമിയർ ലീഗിൽ ഏറ്റവും കൂടുതൽ ഇഞ്ചുറീസ് സസ്പെൻഷനുള്ള സൈഡ് സ്പേഴ്സാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സൈഡിനെ വെച്ച് ഹി ഡിസൈഡ് ടു ഗോ ഓൾ ഔട്ട് അറ്റാക്ക് പോലെ പോകാൻ നോക്കി പുള്ളി. അത് നല്ല രീതിക്ക് ബാക്ക് ചെയ്തു. ആൻഡ് എനിക്കറിയില്ല ഈഗോർ ടൊഡോറിനെ പറ്റി എന്താ പറയേണ്ടതെന്ന് അറിഞ്ഞൂടാ. ബിക്കോസ് ഹി ആക്ച്വലി മൈറ്റ് ഗെറ്റ് സ്പേഴ്സ് റെലിഗേറ്റഡ്. അങ്ങനത്തെ ഒരു മാനേജറാണ് പുള്ളി. വലിയതായിട്ടൊന്നും എക്സ്പെക്റ്റും ചെയ്യാനില്ല പുള്ളിയുടെ സൈഡിൽ നിന്ന്. ആൻഡ് വലിയ സ്പേസാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് യോക്കിറസിനോ അല്ലെങ്കിൽ പിന്നെ ട്രോസാഡ്, എസേനെ പോലത്തെ പ്ലേയേഴ്സിന് ഹ്യൂജ് സ്പേസ് ഇൻ ബിഹൈൻഡ്. യോക്കിറസിന് ഒരിക്കലും ഒരു സെൻറ്റർ ബാക്കിന് അഗേൻസ്റ്റോ അല്ലെങ്കിൽ ഒരു ചാനലിൽ ഡിഫെൻഡ് ചെയ്യാൻ വിടരുത് ഒരു സെൻറ്റർ ബാക്കിനെ. അതിപ്പോൾ വാൻഡിവനായിക്കോട്ടെ വാൻഡൈക്കായാലും അതെ, ആ ചാനലിൽ ഒരിക്കലും ഒറ്റയ്ക്ക് വിടരുത്. ബിക്കോസ് അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഏരിയ അതാണ്, ചാനൽസിൽ ബോൾ ഒറ്റയ്ക്ക് കിട്ടുക വിത്ത് എ സെൻറ്റർ ബാക്ക്. അപ്പോൾ അത് നല്ല രീതിക്ക് യോക്കിറസ് യൂട്ടിലൈസ് ചെയ്തു. ആദ്യത്തെ എനിക്ക് ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ യോക്കിറസ് ഒരു അടിപൊളി ഷോട്ട് അടിച്ചായിരുന്നു. അത് എന്തോ ഇതിനാണ് മിസ്സായിപ്പോയത്. അത് കഴിഞ്ഞ് 1-1 ആഴ്സണൽ. അത് കഴിഞ്ഞ് തിരിച്ചടിച്ചു കൊളമോനെ. അപ്പം തന്നെ റൈസിൻ്റെ ഒരു മിസ്റ്റേക്ക്. അത് കഴിഞ്ഞ് ആഴ്സണൽ റിയലി ഹാഡ് ദ ഗെയിം ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട്. സെക്കൻഡ് ഹാഫൊക്കെ ദേ റിയലി ഹാഡ് ദ ഗെയിം ഇൻ ദർ ഹാൻഡ്സ്. ബിക്കോസ് ആർസണൽ നല്ല രീതിക്ക് പിൻ ചെയ്യാൻ തുടങ്ങി സ്പേഴ്സിനെ ബാക്കിലോട്ട്. ആൻഡ് അത് സ്പേഴ്സിന് വലിയ ശീലമില്ല. കാര്യം വലിയ മെച്ചമില്ലാത്ത ഒരു പെർഫോമൻസ് ആയിരുന്നു സ്പേഴ്സിൻ്റെ സൈഡിൽ നിന്ന്. ഒരു വീഡിയോ ഒക്കെ സർക്കുലേറ്റ് ചെയ്തിട്ട് ഈഗോർ ടൊഡോർ അഫ്രണ്ട് പുഷ് ചെയ്യാൻ പറയുമ്പോൾ വാൻഡിവൻ മൈൻഡ് ചെയ്യാണ്ട് നടക്കുന്നത്. അപ്പോൾ ദർസ് എ ക്ലിയർ ആറ്റിറ്റ്യൂഡ് ഇഷ്യൂ ദർ. വലിയൊരു എന്താ പറയുക, ശുദ്ധികലശം എന്നൊക്കെ പറയും, അങ്ങനെയൊക്കെ നടത്തേണ്ട ഒരു ക്ലബ്ബാണ് സ്പേഴ്സ്. ഇപ്പോൾ ആറ്റിറ്റ്യൂഡ് വൈസ് ദർസ് ഹ്യൂജ് പ്രോബ്ലം. അത് സ്പേഴ്സിൻ്റെ പ്രശ്നമാണോ അതവിടെ കളിക്കുന്ന പ്ലേയേഴ്സിൻ്റെ പ്രശ്നമാണെന്ന് അറിയില്ല. ആർസണൽ ഹാഡ് എ വെരി ഗുഡ് ഗെയിം. വൈറ്റൽ റൈറ്റ് നൗ ബിക്കോസ് വൂൾസിന് അഗെയിൻസ്റ്റ് ഡ്രോ ആയി. അതൊരു വലിയ മൊറാൽ ഡീഗ്രേഡാണ് കൊണ്ടുവന്നവർക്ക്. ദാറ്റ്സ് ഒബ്വിയസ് ബിക്കോസ് ലാസ്റ്റ് നടക്കുന്ന ഒരു ക്ലബിനായിട്ടാണ് ഡ്രോ ആയത്. വെരി ഗുഡ് കംബാക്ക്. 5 പോയിൻ്റ് ഗ്യാപ്പായി വിത്ത് സിറ്റി ഹാവിങ് എ ഗെയിം ഇൻ ഹാൻഡ്. എന്താവും എന്ന് കണ്ടു തന്നെ അറിയാം. അത് കഴിഞ്ഞ് നടന്നത് യുണൈറ്റഡിൻ്റെ ഗെയിമാണ് ഇന്നലെ എവർട്ടണായിട്ട്. ഗുഡിസൺ പാർക്കിലായിരുന്നു കളി. വെരി എൻ്റർടൈനിങ് ഫസ്റ്റ് ഹാഫ്, പറയാതിരിക്കാൻ പറ്റില്ല. കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടായിരുന്നു ഫുള്ള് കളിയും. പക്ഷേ സ്റ്റിൽ ഒരു എൻ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയില്ല. ടർക്കോസ്കിയും പ്രാന്തത്വം അവരുടെ പരമാവധി ശ്രമിച്ചു, പക്ഷേ അവർക്ക് പറ്റുന്നില്ല ഡിഫെൻഡ് ചെയ്യാനായിട്ട് ഒരു പോയിൻ്റ് കഴിയും. കാര്യം അറ്റാക്ക് ആഫ്റ്റർ അറ്റാക്ക് അൺലീഷ് ചെയ്യാൻ പറ്റുന്നൊരു സൈഡാണ്, എസ്പെഷ്യലി വിത്ത് ദി പേസ് ആൻഡ് പവർ ക്വാളിറ്റി. ഇപ്പോൾ കുഞ്ഞായിക്കോട്ടെ, അമാദായിക്കോട്ടെ, എംബുഎമോ ആയിക്കോട്ടെ, ഇവർക്കൊക്കെ അന്യായ പേസ്, അന്യായ എറാറ്റിക്കായിട്ട് കളിക്കുന്ന പ്ലേയേഴ്സ്. അപ്പോൾ ഇവർ നല്ല രീതിക്ക് ചാലഞ്ച് ചെയ്യാൻ തുടങ്ങി എവർട്ടൺ. അത് കഴിഞ്ഞാണ് ഷെസ്കോ വീണ്ടും ബെഞ്ചിൽ നിന്ന് ഗോൾ അടിച്ചത്. ആൻഡ് ദേ ഹവ് മൂവ് ടു 4th, വെരി ക്ലോസ് ടു ആസ്റ്റൻവില്ലയ്ക്ക് 51 പോയിൻ്റാണ്. ഇപ്പോൾ യുണൈറ്റഡിന് 48 പോയിൻ്റാണ്. അപ്പോൾ ദേ ആർ 4th റൈറ്റ് നൗ. ദേ ആർ വെരി കംഫർട്ടബിൾ റൈറ്റ് ദർ. അപ്പോൾ
അവർക്കിനി ടഫ് ഫിക്സ്ചേഴ്സ് വരും, ലാസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ. അവർക്ക് ദേ ഹാവ് എ വെരി ഡീസൻറ്റ് റൺ ഓഫ് ഗെയിംസ്. ടഫാണെങ്കിലും ഇവർക്ക് ഒരാഴ്ചയിൽ ഒരു ഗെയിമേ ഉള്ളൂ. അതാണ് ഇവർക്കുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അപ്പോൾ എന്താകും ഈ ലീഗുകൾ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കോമെൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ.